ഇന്ത്യയിലെ മഹാപുരാതനമായ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങൾ പണ്ട് മുഗൾ അധിനിവേശ കാലത്ത് പലകുറി തകർക്കപ്പെട്ടതാണ്. പിന്നീട് പലതും പുനർനിർമ്മിച്ചതാണ്. പല ക്ഷേത്രങ്ങളും ഇന്ന് മണ്ണിനടിയിലാണ്, കേരളത്തിലേത് അടക്കം. ടിപ്പു സുൽത്താൻ തകർത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം കേരളത്തിൽ മാത്രം കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 30,000-ലധികം വരും എന്നാണ് ഏകദേശ കണക്ക്. ഈ ടിപ്പു സുൽത്താനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് കോൺഗ്രസ് സർക്കാരും മാറി മാറി വന്ന മറ്റ് സർക്കാരുകളും കേരളത്തിലെ സർക്കാരുകളുമൊക്കെ കണ്ടത്. ആയിരക്കണക്കിന് ഹൈന്ദവ സമുദായ അംഗങ്ങളെയും അതുപോലെ വിശ്വാസികളെയും കൂട്ടക്കൊല ചെയ്ത വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന വ്യക്തി ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായി. KT ജലീൽ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഡോക്ടറേറ്റ് സബ്ജക്റ്റ് വാരിയംകുന്നൻ്റെ കേരളത്തിൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെയാണ് എന്നത് മറ്റൊരു കാര്യം. കേരളത്തിലേതും ഇന്ത്യയിലേതുമായ വിവിധ ക്ഷേത്രങ്ങൾ തകർക്കാനും വളർന്നു വരുന്ന ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാനും ഹൈന്ദവ വിശ്വാസങ്ങളെ ചവിട്ടിമതിക്കാനും ഒക്കെ തന്നെ ഒരു വലിയ കോക്കസ് അല്ലെങ്കിൽ ഒരു വലിയ ഗൂഢസംഘം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ ധർമ്മസ്ഥലയിൽ മനാഫ് എന്ന് പറയുന്ന ഒരു നന്മമരം മലയാളിയാണ്. അയാൾ എന്തിന് ധർമ്മസ്ഥലയിൽ പോയി, ധർമ്മസ്ഥലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ കൊന്നൊടുക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ കെട്ടുകഥകളുണ്ടാക്കി, ഇല്ലാ കഥകളുണ്ടാക്കി. പരിശോധനകൾ നടന്നു, ശാസ്ത്രീയ പരിശോധനകൾ നടന്നു, ഒന്നും കണ്ടെത്താനായില്ല. അപ്പോൾ ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തെ ഇല്ലാതാക്കുകയും ആ വിശ്വാസത്തെ തകർക്കുകയും ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വെച്ചുകൊണ്ട് അവിടെ തന്നെയുള്ള ജീവനക്കാരെ സ്വാധീനിച്ച് വലിയ മോഷണങ്ങളും അതുപോലെയുള്ള സംഭവവികാസങ്ങളും നടത്തിയെടുത്തിരിക്കുന്നു എന്നും വാർത്തകൾ പുറത്തു വരുന്നു. തുടർന്ന് ബദ്രിനാഥ്, കേദാർനാഥ് ക്ഷേത്രം, ഇനിയിപ്പോൾ സോമനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം തുടങ്ങിയ മഹാക്ഷേത്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, കാരണം ഹൈന്ദവ ആ ഒരു ഐക്യത്തെയും ഹൈന്ദവ സാമൂഹ്യ അവസ്ഥയും ഇല്ലാതാക്കണമെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ തകരണം. അവർ ഇല്ലാതാകണമെങ്കിൽ അവരുടെ പ്രാർത്ഥനാ സങ്കേതങ്ങൾ ഇല്ലാതെയാകണം, അവരുടെ വിശ്വാസങ്ങൾ ഇല്ലാതെയാകണം, അവരുടെ വിശ്വാസങ്ങൾക്ക് മേൽ പൊതുസമൂഹം കാർക്കിച്ചു തുപ്പണം. അത് ഒരു മോഷണ കേന്ദ്രമായി മാറ്റണം. ശബരിമല ഉൾപ്പെടെ, ഗുരുവായൂർ ഉൾപ്പെടെ, മറ്റ് കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ ചെയിൻ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം രാജ്യദ്രോഹികൾ, ജിഹാദി ശക്തികൾ എന്നുള്ള അതിശക്തമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇതേക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ പലതും വാർത്തകൾ നൽകിയില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത തൊട്ടതേയില്ല. ഇതൊരു വലിയ ഗൂഢ അജണ്ടയാണ്. ഇവിടെ മോഷണമുണ്ട്, സ്വർണം അടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ശബരിമലയിൽ അടക്കം, അയോധ്യയിലും ബദ്രിനാഥിലും കേദാർനാഥിലും അടക്കം, പുരിയിലും ജഗന്നാഥ ക്ഷേത്രത്തിലടക്കം വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അവിടെ വേറൊരു രീതിയിലും കടന്നെത്താൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ ആളുകളെ സ്വാധീനിച്ച് അവിടുത്തെ ജീവനക്കാരെ അവർക്ക് പണം കൊടുത്തുകൊണ്ട് നടത്തുന്ന വ്യാപകമായ തട്ടിപ്പിൻ്റെ പ്രതിഫലനമാണ് ഈ മോഷണങ്ങളും ഇത്തരം തട്ടിപ്പുകളും ഈ മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന തട്ടിപ്പ് വാർത്തകളും എന്നൊക്കെയാണ് ഇൻ്റലിജൻസിന്, IBക്ക്, റോയ്ക്ക്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് ഒക്കെ തന്നെ പ്രാഥമികമായി ലഭിച്ച വിവരം. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായി. അടുത്ത മണിക്കൂറിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രത്യേക ഇൻ്റലിജൻസ് വിഭാഗത്തിന് കൃത്യമായ നിർദ്ദേശം നൽകി. ഇതെന്താണ് സംഭവിക്കുന്നത്, കൃത്യമായി അന്വേഷിക്കണം. ഇവിടെ പാകിസ്ഥാൻ സഹായിക്കുന്ന ഏജൻസികൾ സഹിതം ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ IBക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായി വാർത്തകൾ അറിഞ്ഞ ശേഷം, അതിൻ്റെ മറ്റു വശങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ ചിലപ്പോൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമ പേജുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യൂ. പക്ഷേ ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. ധർമ്മസ്ഥലയെ തകർക്കാൻ ശ്രമിച്ചതുപോലെ ഇതുപോലെ അയോധ്യയെ തകർക്കാൻ ശ്രമിക്കുന്നു, ബദ്രിനാഥ് കേദാർനാഥ് തകർക്കാൻ ശ്രമിക്കുന്നു. ആദ്യം തകർക്കാൻ ശ്രമിച്ചത് ശബരിമലയാണ്. അതിനകത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ട്, CPM കൂട്ടുകെട്ട് കൂടി കൂട്ടുനിന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെ ഇന്ത്യയൊട്ടാകെയുള്ള മഹാക്ഷേത്രങ്ങളെ ഇല്ലാതെയാക്കണം. മുഗൾ അധിനിവേശ കാലത്തെ പോലെ അന്ന് ഭരണം മുഗളന്മാരുടെ, അധിനിവേശക്കാരുടെ കയ്യിലായതുകൊണ്ട് അവർക്ക് എളുപ്പം ക്ഷേത്രങ്ങൾ തകർക്കാൻ സാധിച്ചു. ഇന്നത് പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ വ്യാപകമായി പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് ക്ഷേത്രങ്ങളെ പേരുദോഷം കേൾപ്പിച്ചുകൊണ്ട് അവിടെ മോഷണമാണ് നടക്കുന്നത്, അവിടെ തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളെ
തകർക്കാൻ, ഇല്ലാതെയാക്കാൻ, അവിടുത്തെ ക്ഷേത്ര ദർശനത്തെ ഇല്ലാതെയാക്കാൻ, വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ, ഹൈന്ദവിക വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നു എന്നുള്ളത് സംശയങ്ങളായിരുന്നു. പക്ഷേ അത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ.